Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ വെറൈറ്റി ചിക്കൻ ഡിഷാണ് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ മലയാളികൾക്ക് അത്ര പരിചിതം, നമ്മുടെ അടുക്കളയിൽ പരിചിതമല്ലാത്ത ഒന്നായിരിക്കാം. പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമുക്ക് വളരെ വലിയ ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ലാതെ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1/2 കിലോയിൽ കൂടുതൽ ചെറിയ പീസുകളാക്കി ചിക്കൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് 1/2 കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കാരണം നമ്മളിത് ഇപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു കുറച്ച് നാരങ്ങ നീര്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നു കുറച്ച് തൈര്. ഇതെല്ലാം ഈ ചിക്കൻ പീസ് സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഇത് ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റോളം അതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ ഇത്രയും ചേർത്തു. ഇനി നമുക്കതിനകത്ത് ചേർക്കേണ്ടത്, നമ്മളിതിനകത്തേക്ക് അത്രയും ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു അത്യാവശ്യം ഈ ചിക്കൻ ആവശ്യമുള്ള മാത്രം കുറച്ച് ഉപ്പ് ചേർക്കുന്നു. ദെൻ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിനകത്തേക്ക് യൂസ് ചെയ്യണു ശകലം മുളക്, ഒരു എരിവിന് ചെറിയൊരു എരിവ്, ഒത്തിരി എരിവ് പറ്റില്ല, എന്നാൽ പോലും ചെറിയൊരു എരിവ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി, അത് കുറച്ചുകൂടി ചേർക്കണം കേട്ടോ. ഒരു പിഞ്ച് ഓഫ് ഗരം മസാല. ഓക്കെ, ഇത്രയും നമ്മൾ ചേർത്തു. ഇത്രയും ചേർത്തതിന് ശേഷം അത് ഒന്നുകൂടി നന്നായിട്ട് എല്ലായിടത്തും എത്താൻ പാകത്തിന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 10-15-20 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് പിടിക്കാനായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് അതിനകത്തേക്ക് മിക്സ് ആവുകയുള്ളൂ. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതായാലും ചിക്കൻ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് 20 മിനിറ്റത്തേക്ക് വെക്കേണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് പോലെ തന്നെ ബട്ടർ കുറച്ച് യൂസ് ചെയ്തു. എണ്ണ കുറച്ച് ബട്ടർ യൂസ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എണ്ണ കൂടി യൂസ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിൽ വേണമെന്നില്ല, പക്ഷേ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ യൂസ് ചെയ്തു. ദെൻ എണ്ണ യൂസ് ചെയ്തു. കുറച്ച് കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണയല്ല കേട്ടോ, പിന്നെ ഞാൻ പറയുന്നു കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, സവാള ഉള്ളി, ഒരു 3-4 ഉള്ളി, നമ്മളുടെ ആളുകളുടെ അളവനുസരിച്ചിട്ട് ഉള്ളിയുടെ എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതിപ്പോൾ കട്ട് ചെയ്യണതും നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ കട്ട് ചെയ്തത്, ചെറിയതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ആയി വരും. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉള്ളി അതിനകത്തേക്ക് ഇട്ടു. ദെൻ ഇത് നന്നായിട്ടൊരു കുറച്ച് നേരം, ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തൊരു കളർ വരുന്നവിടം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഉള്ളി ഒരുമാതിരി ഒന്ന് വഴന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു നമ്മൾ കുറച്ച് ഇഞ്ചിയും. ആദ്യം നമ്മൾ ചിക്കനിൽ കുറച്ചിട്ടിരുന്നു ഇഞ്ചി പച്ചമുളകുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മിക്സ്, അത് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നു, ഇതൊന്നും വലുതായിട്ടൊന്നും താവണ്ട കേട്ടോ. ശേഷം നമ്മൾ ഒരു 2-3 തക്കാളി അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2-3 തക്കാളി ഉണ്ട്, അതുകൂടി ഈ പാനിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഒരുമാതിരി നന്നായിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ
ഇതിനകത്ത് കുറച്ചുകൂടി പൊടികൾ യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളതിനകത്ത് ചിക്കനിൽ കുറച്ച് പൊടികൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ഇതിനകത്തും പൊടികൾ നമുക്ക് ആഡ് ചെയ്യണം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടി. നമ്മൾ അതിനകത്ത് ഓൾറെഡി ചുമന്ന മുളക് പൊടി, നമ്മളുടെ എരിവിനുള്ള മുളക് പൊടി നമ്മൾ മറ്റേ ചിക്കനിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എരിവിനുള്ള മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല. കാശ്മീരി മുളക് പൊടി കളറിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ്. നമ്മൾക്കറിയാമല്ലോ, ഇത് ഒരിക്കലും ഇങ്ങനെ ചേർക്കുമല്ല, ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മളിതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മുളകും മല്ലിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ഒരു 8-10 കശുവണ്ടിപ്പരിപ്പ് ഇതിനകത്ത്. കാരണം അതിനൊക്കെ ടേസ്റ്റ് കൂട്ടാനായിട്ടും അതിൻ്റെ കട്ടി കൂട്ടാനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കശുവണ്ടിപ്പരിപ്പ് 5-10 കശുവണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതിൻ്റെ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ബട്ടറിൻ്റെ ടേസ്റ്റും കശുവണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു രുചി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്, രുചി മാത്രമല്ല അതുപോലെ തന്നെ ഹെൽത്തിയുമാണിത്. അപ്പോൾ നമ്മളിതും കൂടെ ചേർത്ത് കുറച്ചുകൂടി കശുവണ്ടി ചേർത്ത് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് അരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. വേവിച്ച നമ്മളുടെ മിക്സ് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതൊട്ടും ഇതുണ്ടാവാൻ പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളത്തിൽ, അത് എന്താണെന്ന് പറഞ്ഞാൽ അരയ്ക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഗ്രേവി എടുത്ത് വെച്ച പാത്രം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്തു. സെയിം പോട്ട് എടുത്ത് വെച്ചു. ആസ് യൂഷ്വൽ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ബട്ടർ ഇട്ടു, കുറച്ച് എണ്ണ കൂടി യൂസ് ചെയ്തു. അതിനുശേഷം എല്ലായിടത്തും എത്താൻ പാകത്തിന് ഒന്ന് കറക്കി വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടും. ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് ഒരുമാതിരി ഡീപ്പ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ബട്ടറിൽ കിടന്ന് ഈ ചിക്കൻ വെന്ത് കിട്ടും. അങ്ങനെ വേവിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ അടുത്ത പരിപാടി നോക്കുന്നത്. അതിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം അവിടെ കിടന്ന് ആ ബട്ടറിലും എണ്ണയിലും നന്നായിട്ട് അത് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതുവരെ നമുക്ക് അതൊന്ന് ഇതായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടുക. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മറിച്ചിടുക. 2 പ്രാവശ്യം മറിച്ചിട്ട് കഴിയുമ്പോൾ നമ്മളുടെ ചിക്കൻ കുക്കായിട്ടുണ്ടാകും. കാരണം ബ്രോയിലർ ചിക്കനാണ്, ഇതിനകത്ത് അതിൻ്റെ ഒത്തിരി വേവൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് വേവിൻ്റെ പ്രശ്നം വരുന്നില്ല ഇതിനകത്ത്. കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ തീരാവുന്നു. അത് മാത്രമല്ല ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിനകത്തേക്ക് പിടിച്ചൊരു നല്ല ടേസ്റ്റായിട്ട് വരും ഈ ചിക്കൻ. ഒരു ഭാഗം ഏതാണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒന്നുകൂടി ഒന്ന് തിരിച്ചിടുക. അതിനകത്ത് ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് അടി പിടിക്കില്ല. പിന്നെ നമ്മളുടെ പാൻ നല്ല ഇരുമ്പിൻ്റെ പാനാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തിരിച്ചിടുക. നല്ല ചൂടുള്ളതാവുമ്പോഴേ, നോൺ സ്റ്റിക്ക് പാൻ പോലെയല്ല, നല്ല ചൂടുള്ളതായതുകൊണ്ട് അധികം സമയമെടുക്കില്ല ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഒന്ന് വെന്ത് കിട്ടുക, ആ ബട്ടർ കിടന്നൊന്ന് വെന്ത് കിട്ടുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ
നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഒരുപാട് ഡ്രൈ ആവരുത്. അതിനു മുമ്പ് നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. സെയിം പാൻ നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം പാൻ തന്നെ വെച്ചു. അതിനകത്ത് നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. ഉള്ളിയല്ല യൂസ് ചെയ്തിരുന്ന എണ്ണ, കുറച്ചുകൂടി ഓയിലുണ്ട്. അതിനെന്തിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തക്കാളി, ഉള്ളി, കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് മുളകും ഓയിലും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഈ മിക്സ്ചർ നന്നായിട്ട് ഡ്രൈ ആയി വരണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ അരച്ച മിക്സി ജാറിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക. ബോക്സിലേക്ക് ഈ പാത്രം കൂടി നന്നായിട്ട് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇതൊരു തിക്കാക്കി എടുക്കണം. ചെറുതായിട്ട് ഇതിനകത്ത് വറ്റി കുറുകി വരുന്നൊരു പാകമുണ്ട്. അതുവരെ നമ്മളിതിനകത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് തിള വരുന്നുണ്ട്. നമ്മളിതിനകത്ത് ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഈ ബട്ടർ ചിക്കന് ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ചേർക്കുന്നു കുറച്ച് ഷുഗർ. നമ്മളുടെ ഗ്രേവി ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ട് ആ ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് കുറച്ച് ചെറുതായി പോയെന്ന്. കാരണം നമ്മൾ ഈ ഗ്രേവിയിലും കൂടി ചിക്കൻ ഒന്ന് വെന്ത് വരാനുണ്ട്. സോ ഈ പാത്രം ഒരു ചെറുതാണ്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി വീതിയുള്ള പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം നമ്മളതിനകത്ത് നമ്മുടെ പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം അതും കൂടി ഒഴിച്ച് ഇനി ഈ ചിക്കൻ ഇതിനകത്ത് ഈ ഗ്രേവിക്കകത്ത് കൂടി കിടന്ന് ഒന്ന് വേവണം, വെന്ത് കുറുകണം. അതുകൊണ്ടാണ് നമ്മൾ പാത്രം മാറ്റിയത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം ചിക്കൻ അങ്ങനെ ഇടുമ്പോൾ അത് ആ ഒരു ഗ്രേവിയിലും കൂടെ വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് വരുന്നത്. അത് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു ശകലം താമസം എടുത്തു. കാരണം പാത്രം നല്ല ചൂടായ പാത്രമല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സമയം എടുക്കും. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക. കാരണം നമുക്കത് വെന്ത് വരാനുള്ള ഒരു സമയം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1 പോട്ട് കറിയാണ് കേട്ടോ. ഒരു പോട്ടിൽ തന്നെയാണ് നമ്മൾ വറക്കണതും കറി ഉണ്ടാക്കുന്നതും എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു വലിയ പാത്രം എടുക്കുക. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്, ചാറായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മളുടെ ചാറിൻ്റെ ഒരു കണക്ക് നമുക്ക് നോക്കാം. ഒരുപാട് ഗ്രേവിയുള്ളൊരു കറിയല്ല കേട്ടോ, നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. ചിക്കൻ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നു കുറച്ച് കസൂരി മേത്തി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ എപ്പോഴും അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും മണവും കൊടുക്കുന്ന ഒന്നാണ് കസൂരി മേത്തി. അതിനുശേഷം നമ്മൾ ചേർക്കുന്നു കുറച്ച് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മൾ അതിനകത്ത് ചേർക്കുന്നു തിക്ക് ക്രീം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തു. അതിനുശേഷം ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ് അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇനി നമ്മൾ കുറച്ച് ഇതിനകത്ത് മല്ലിയില ഇട്ട് ഇതങ്ങ് അടച്ചു വെച്ചേക്കുക. ഇനി കഴിക്കുന്ന നേരം ആകുമ്പോഴത്തേനും ഇതിനകത്ത് മല്ലിയിലയുടെ ടേസ്റ്റും അതുപോലെ ബട്ടർ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണോ ബട്ടർ അതിൻ്റെ മുകളിൽ വയ്ക്കാം. പക്ഷേ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ബട്ടറിലാണ് നമ്മളിതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ അത്ര നല്ലതൊന്നും അല്ല ഇതുപോലെ ഇങ്ങനെ ബട്ടർ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണം എന്നുള്ളവർക്ക്
കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു സ്പൂൺ ബട്ടർ കൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയായിട്ടുള്ള ബട്ടർ ചിക്കൻ നമുക്ക് കിട്ടും.